ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ 105/2020 അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ റാങ്ക് പട്ടികയുടെ കാലാവധി 2026 ജൂണോടുകൂടി കഴിയും. അപ്പോൾ അതിലിപ്പം നമുക്കറിയാം എന്താണ്, ആലപ്പുഴ ജില്ലയുടെ റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞു. കാരണം നമുക്കറിയാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒരു ഡിസ്ട്രിക്ട് വൈഡ് എക്സാം ആണ്. കൂടാതെ എന്താണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആണ് അല്ലേ. അപ്പോൾ ഈ 105/2020 എന്ന് പറയുന്നത് എന്താണ്, 2 ഘട്ട പരീക്ഷകളും അതിനുശേഷമാണ് മറ്റ് പ്രൊസീജിയേഴ്സൊക്കെ നടന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആദ്യഘട്ടം പ്രിലിമിനറി എക്സാം ഉണ്ടായിരുന്നു, അതിൽ ഒരുപാട് പേരെ ഫിൽട്ടർ ഔട്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, മെയിൻ എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഓരോരോ ഘട്ടമായിട്ട് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ നടന്നിരുന്ന കാറ്റഗറി നമ്പർ 105/2020 എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ റാങ്ക് പട്ടികയുടെ കാലാവധി 2026 ജൂണോടുകൂടി നിൽക്കും. അതിൽ ഓൾറെഡി ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടേത് റദ്ദായി. ഇനിയിപ്പോൾ എന്താണ് ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലേത് ഏപ്രിൽ മാസത്തിലും, അതുപോലെ തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിലേത് മെയ്യിനും എന്താവും റദ്ദാവും. അവസാനം കൊല്ലം ജില്ലയിലേത്. അപ്പോഴേക്കും എന്താവും, പുതിയ റാങ്ക് പട്ടിക പ്രാബല്യത്തിൽ വരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് പട്ടികയിൽ ഇടം നേടുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. എന്ത് ചെയ്യണം, റാങ്ക് പട്ടികയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നമ്മൾ എത്തണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ജോലിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. കാരണം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്രയോ പേരാണ് പുറത്തായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഇത് തന്നെ നോക്കിക്കോ, 16,717 പേരടങ്ങുന്ന ഒരു റാങ്ക് പട്ടികയായിരുന്നു വന്നിരുന്നത്. അതിൽ 14% പേർക്ക് മാത്രമേ എന്ത് കിട്ടിയിട്ടുള്ളൂ, അഡ്വൈസ് മെമ്മോ അല്ലെങ്കിൽ നിയമന ശുപാർശ ലഭിച്ചത്. നോക്കിയേ, 14%. അതായത് എന്താണ്, നമ്മൾ പറയല്ലേ എന്താണ്, 100-ൽ 25 പേർക്കും എന്ത് കിട്ടിയിട്ടില്ല, നിയമന ശുപാർശ ലഭിച്ചിട്ടില്ല. കാരണം 14% പേർക്ക്. അതിൽ നോക്കിയേ, ഇപ്പോൾ അടങ്ങിയിരിക്കുക 16,717 പേരുള്ളതിൽ 14,000-ലധികം ഉദ്യോഗാർത്ഥികൾ എന്താവും, പുറത്താവും എന്നാണ് പറയുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുമ്പോൾ എന്താവും, ഇതിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നതിൽ 14,000-ലധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, 3/4 കുട്ടികൾ എന്താണ് പുറത്ത് തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ നോക്കിയാൽ അറിയാം, 2,466 പേർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആകെ നിയമന ശുപാർശ പോയിട്ടുള്ളത്. അതിൽ എന്താണ് NJD, അതാണ് 1,160 പേര് എന്താണ് NJD ഒഴിവുകളിലേക്കാണ് വന്നിരിക്കുന്നത്. കൂടാതെയോ 1,306 മാത്രമേ എന്തുള്ളൂ, പുതിയ നിയമനം അഥവാ ഓപ്പൺ കാറ്റഗറി എന്ന് പറയുന്നത് 1,306 ആണുള്ളത്. അപ്പം നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നതല്ല, റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ, അതായത് നമ്മൾ പറയില്ലേ ആദ്യത്തെ 100 പേരിൽ ഒരാൾ, അല്ലെങ്കിൽ ആദ്യത്തെ 50 പേരിൽ ഒരാൾ, ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പരീക്ഷയെ നമ്മൾ നേടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് ഞങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിക്കണം. അതിന് നമ്മൾ ഒരു ലാഘവം കാണിക്കരുത്. ഏത് പരീക്ഷയാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അത് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു PSC എക്സാം എഴുതുക, അതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എങ്ങനെയെങ്കിലും ഒന്ന് ലിസ്റ്റിൽ കയറുക എന്നല്ല, നമ്മൾ ആ ജോലി നമ്മുടെ കൈക്കുള്ളിൽ ആക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ നിയമന ശുപാർശയും റാങ്ക് പട്ടിക റദ്ദാകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാണ്, ഇനിയും നമ്മുടെ മുന്നിൽ കുറച്ച് പരീക്ഷകൾ വരാനിരിക്കുന്നുണ്ട് അല്ലേ. കുറച്ചധികം പരീക്ഷകളുണ്ട്. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് എക്സാം വരാൻ പോവാണ് മെയ് മാസത്തിൽ. അതുപോലെ മറ്റ് എല്ലാ മേഖലകളിലും നമുക്ക് PSCയുടെ പരീക്ഷകൾ വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇനിയുള്ള സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ജോബ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത്, അതിപ്പോൾ ഏതാണെങ്കിലും, ഇപ്പോൾ ചില ആൾക്കാർ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് ആയിരിക്കാം, ചിലർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അവിടെ അസിസ്റ്റൻ്റ് ആയിരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് സിവിൽ എക്സൈസ് ഓഫീസർ, അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഏതാണോ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ഇപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അങ്ങനെ. അതായത് ഇപ്പോൾ 10th കഴിഞ്ഞവർക്കാണെങ്കിലും +2 കഴിഞ്ഞവർക്കാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും, ഇപ്പോൾ അവർ എന്താണോ ഏതിനാണോ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് അതിന് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റൂ. അതാണ് ഈ ഒരു നിയമന ശുപാർശയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതാത്തൊരു ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തിനാണ് ഞാൻ അറിയുന്നത്. പക്ഷേ നിങ്ങൾ ഇത് അറിഞ്ഞേ പറ്റൂ. കാരണം എന്താണ്, PSCയിൽ എന്തൊക്കെ ചേഞ്ചസുകൾ വരുത്തുന്നുണ്ട് അതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ ഇനിയും എത്രമാത്രം ഫോക്കസിങ് നമ്മുടെ പഠിത്തത്തിൽ ഊന്നൽ കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി അടുത്ത നോക്കിയേ, ജില്ല തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിയേ
തിരുവനന്തപുരം ജില്ലയിൽ നിയമന ശുപാർശ അത് NJD ഉൾപ്പെടെയാണ് 413. അതിൽ NJD എന്ന് പറയുന്നത് തന്നെ എത്രയാണ്? 257. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റാങ്ക് പട്ടികയിലുള്ളവരുടെ എണ്ണം എത്രയാണ്? 1708 അല്ലേ? 1708 NJD ഉൾപ്പെടെയാണ് 413 വന്നിരിക്കുന്നത്. അതേപോലെ കൊല്ലം ജില്ലയിൽ എടുത്തു കഴിഞ്ഞാൽ 177 പേരാണ്. അത് 1700 ആയിരുന്നു റാങ്ക് പട്ടികയിലുള്ളവരുടെ എണ്ണമെങ്കിൽ അതിൽ 177 പേരാണ് NJD ഉൾപ്പെടെയുള്ള എന്താണ് നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നവരുടെ എണ്ണം. ഇനി ആലപ്പുഴ ജില്ലയിൽ എടുത്തു കഴിഞ്ഞാൽ 203. അതുപോലെ പത്തനംതിട്ട എടുക്കുമ്പോൾ 126. പിന്നെയോ കോട്ടയം ജില്ല എടുത്താൽ 134, ഇടുക്കി 73, എറണാകുളം 261, തൃശ്ശൂർ 189, പാലക്കാട് 186, മലപ്പുറം 213, കോഴിക്കോട് 214, വയനാട് 70, കണ്ണൂർ 167, കാസർഗോഡ് 40. ഇപ്പം നോക്കിയേ, റാങ്ക് പട്ടികയിലുള്ളവരുടെ എണ്ണം എത്രയാണ്? 16,717 പേരാണ്. അതിൽ നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 2,466. ആ 2,466-ൽ 1,160 ഏതാണ്? NJD കാറ്റഗറിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഓപ്പൺ കാറ്റഗറി എന്ന് പറയുന്നത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പഠിക്കുക, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ റാങ്ക് പട്ടിക വരുമ്പോൾ നമ്മളവിടെ ടോപ്പിൽ നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ച് എത്തേണ്ടത്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, 60%-ലധികം കുറവ് ഇപ്പം എന്താണ് പുതിയ നമുക്കിപ്പോൾ വന്നല്ലോ, പുതിയ ഇത് വന്നല്ലോ, ഷോർട്ട് ലിസ്റ്റ് വന്നല്ലോ, അതിൽ 60% കുറവാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ തവണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 14,776 പേര് ഉൾപ്പെട്ടതിൽ ഇത്തവണ എത്രയാണ്? 5,910 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഡിഫറൻസ് നോക്കിയേ. അപ്പോൾ ഇത്രയും കുറച്ച് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഷോർട്ട് ലിസ്റ്റ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പം ഇത് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് തന്നെ എന്താണ്? ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. എന്ത് ചെയ്യണം? നമ്മൾ ലിസ്റ്റിൽ പേര് വരുന്നത് മാത്രം നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? വളരെ, അതായത് 100 റാങ്കിൽ 1 എന്നുള്ളത്, 100 റാങ്കിലല്ല ഏറ്റവും ടോപ്പിലെത്തുക എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടും എന്നുള്ള അവസ്ഥയൊക്കെ മാറി അല്ലേ? ഒന്ന് ലിസ്റ്റ് കടന്നുകൂടിയാൽ മതി എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, സ്ഥിതി മാറി. ഇപ്പം എന്ത് ചെയ്യണം? ലിസ്റ്റിൽ നമ്മൾ ടോപ്പ് മോസ്റ്റ് ആയിട്ട് വേണം നമ്മൾ എത്തിച്ചേരാൻ. എങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ഒരു ജോലി നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കാൻ സാധിക്കുക. അതിന് വേണ്ടത് നമ്മുടെ മുന്നിൽ എത്ര സമയമുണ്ട് ഒരു പരീക്ഷയ്ക്ക്, ആ ഒരു കൃത്യമായ പ്ലാനിങ്ങും അതുപോലെ എന്താണ് ഇതിൻ്റെ സിലബസും. നമുക്കെല്ലാം ഇപ്പോൾ PSC ഏതൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും അതിന് പുറകെ നമുക്ക് സിലബസും തരുന്നുണ്ട് അല്ലേ? എക്സാം ഡേറ്റ്, എത്ര പേര് അപ്ലൈ ചെയ്തു, അതിൽ നമുക്ക് സിലബസ് കൃത്യമായിട്ടുള്ള സ്ട്രക്ചറൊക്കെ PSC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരോ, അതായത് PSCയുടെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും അതുപോലെ എന്താണ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടും ആയിരിക്കണം നിങ്ങൾ പഠനത്തെ കൊണ്ടുപോകേണ്ടത്. എങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ജോലി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക. ഇല്ലാണ്ട് നമ്മൾ ഒരുപാട് സമയം എന്താ പഠിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ എന്തില്ല, ലിസ്റ്റിൽ നമ്മൾ മുകളിലെത്തില്ല. ലിസ്റ്റിൽ ചിലപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും, പക്ഷേ ലിസ്റ്റിൽ എവിടെ എത്തണം? മുകളിലെത്തിയാൽ മാത്രമേ നമുക്ക് ആ ജോബ് ഉറപ്പിക്കാൻ സാധിക്കൂ. അതുപോലെ എന്താണ് അടുത്തത്? ഇപ്പോഴത്തെ PSCയുടെ എക്സാം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ 1-2 പോയിന്റിൽ അതിനെപ്പറ്റി ഡെപ്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സ്റ്റേറ്റ്മെൻറ്റുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് ശരിയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? എന്താണോ പഠിക്കുന്നത് അത് ഡെപ്തിൽ പഠിക്കാൻ നോക്കുക. ഓക്കെ, മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കുക. പിന്നെയോ സിലബസ്, നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. നിങ്ങൾ എത്രയാണോ ഇതിനൊരു ടൈം ഡ്യൂറേഷൻ വെച്ചിരിക്കുക അതിനുള്ളിൽ ആ സിലബസ് കവർ ചെയ്യാനും ശ്രമിക്കണം. അതുപോലെ ഇപ്പം നമുക്കറിയാം എല്ലാ PSC എക്സാമിനും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്ന് പറയുന്നത് അല്ലേ? അതായത് നമുക്ക് എല്ലാ ദിവസവും നിങ്ങൾ ഇതിൻ്റെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെഷനിലുള്ള അതിപ്പോൾ 30 മാർക്ക് ആയിക്കോട്ടെ, നമുക്കറിയാം ചിലതിൽ നമുക്ക് ഇംഗ്ലീഷിന് 20, മാത്സിന് 20, മലയാളത്തിന് 10, അങ്ങനെ 50 മാർക്കൊക്കെ വെയിറ്റേജ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഒരു റുട്ടീൻ പോലെ ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ
ഏത് പരീക്ഷയ്ക്കാണോ നിങ്ങൾ നോക്കുന്നത്, ഇപ്പം എന്താണ് ഇപ്പം ഇനി വരാനിരിക്കുന്നത് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ആണെങ്കിൽ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കുന്നത്. കാരണം നമ്മുടെ മുന്നിൽ ഇനി വളരെ തുച്ഛമായ സമയം മാത്രമേ ഉള്ളൂ അല്ലേ, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടിട്ടില്ല, നല്ല രീതിയിൽ തന്നെ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അതായത് പ്രിലിംസ് എന്ന് പറയുന്ന കടമ നമുക്ക് കടന്നുകൂടാനും അതിനുശേഷം മെയിൻസിൻ്റെ എക്സാം അതിന് നമുക്കൊരു ചിലപ്പോൾ 2 മാസമായിരിക്കാം, ചിലപ്പോൾ 3 മാസമായിരിക്കും, അതിനുള്ളിൽ എന്ത് ചെയ്യും, മെയിൻസ് എക്സാമും വരും. അപ്പോൾ ഇനിയുള്ള സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്ന എക്സാം നമുക്ക് നല്ല രീതിയിൽ കടന്നുകൂടാം, മെയിൻസ് എക്സാം നമുക്ക്. പക്ഷേ എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻ വേണം. ഇപ്പോൾ ഞാൻ ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന അടുത്തൊരു പരീക്ഷ എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസ് ആണ് അല്ലേ, മെയ് 2-ാം തീയതി. കൂടാതെ ഇപ്പോൾ എന്താ ഏപ്രിൽ 18-ാം തീയതി ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസറുടെ പരീക്ഷ. അതുപോലെ മറ്റു പരീക്ഷകളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഏതാണോ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ട് അവരവർക്ക് അറിയാൻ പറ്റും ഏത് പരീക്ഷയ്ക്കാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ആ പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പിന്നെയോ എപ്പോഴും ഓർക്കേണ്ടത്, നിങ്ങൾ ഏത് ലെവലിലാണോ പഠിക്കുന്നത്, ഇപ്പം 10th ഒക്കെ ആണെങ്കിൽ SCERT ടെക്സ്റ്റും, ഇനി അതിൽ ഹയർ ആണെങ്കിൽ NCERT ടെക്സ്റ്റും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയെ ഫേസ് ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, കട്ട് ഓഫ് ഉയരുന്നു. കട്ട് ഓഫ് ഉയരുന്നുണ്ട്. നിങ്ങൾ ഓരോരോ എക്സാം ഇപ്പം നമ്മൾ അടുത്തിടെ നടന്നിരിക്കുന്ന PSC പരീക്ഷകൾ ഓരോന്നെടുക്കുമ്പോൾ അതിൻ്റെ കട്ട് ഓഫ് ഒക്കെ എന്താണ് നല്ല രീതിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ കട്ട് ഓഫ് ഉയരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് ഉയരുന്നതിനാൽ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് മാർക്സ് വരാതെ നോക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ കട്ട് ഓഫ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നെഗറ്റീവ്സ് കുറയ്ക്കണം, നെഗറ്റീവ് മാർക്സ് കുറച്ചുകൊണ്ടേയിരിക്കണം. അതിനെന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഷുവർ അല്ലാത്ത ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ OMR ഷീറ്റിൽ മാർക്ക് ചെയ്യരുത്. ഗസ്സിങ് പാടേ ഉപേക്ഷിക്കുക, ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, എറേഴ്സ് വളരെ കുറയും. അടുത്തത് നമ്മൾ മുൻഗണന നൽകേണ്ട വിഷയങ്ങൾ. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മുൻഗണന കൊടുക്കേണ്ടത് ഏതാണ്, നമുക്ക് എല്ലാ പരീക്ഷകൾക്കും എല്ലാ പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും മലയാളം ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും അല്ലേ, നിർബന്ധമായിട്ട്. ഇത് എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച്, അതായത് നമ്മളിപ്പോൾ 2026 പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം, 2026 നടന്ന പരീക്ഷകൾ, അതേപോലെ 2025 നടന്ന പരീക്ഷകൾ, ഇവയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം നിങ്ങൾ ആദ്യം വർക്കൗട്ട് ചെയ്യാൻ എടുക്കേണ്ടത്. ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ആയിരിക്കണം നമ്മൾ റിവേഴ്സിൽ വർക്കൗട്ട് ചെയ്ത് പോകണം. അപ്പോഴാണ് PSCയുടെ ആ ഒരു എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബാക്കൗട്ട് പോകണം. അല്ലാണ്ട് 2020 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അല്ല വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്ത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ തീരുന്നതിനനുസരിച്ചാണ് ബാക്കൗട്ടുള്ള ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നത്. അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ PSC ഓരോരോ ടൈമിലും നമ്മുടെ പാറ്റേണൊക്കെ മാറ്റുന്നതുകൊണ്ട് അത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലാസ്റ്റ് നടന്ന ഏതാണോ എക്സാം ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. അതായത് കണക്ക്, ഇംഗ്ലീഷ്, മലയാളം എന്നീ സബ്ജക്റ്റുകൾ. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക, നമുക്ക് ചിലപ്പോൾ എന്താണ് ഇപ്പോൾ 14,000 കുട്ടികളാണ് ഇപ്പം എന്താണ് പുറത്താകാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് നല്ല വിഷമം ഉണ്ടാവും, അടുത്ത പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻസിന് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താണ്, ഒരു ലിസ്റ്റ് കയറിയിട്ട് പോലും ജോലി കിട്ടുന്നില്ല, ആ ഒരു ഇതായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് എന്താണ്, ഈ ഗവൺമെൻറ് ജോബ് ഞാൻ നേടിയിരിക്കും, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഈ ഒരു എക്സാം അല്ലേ എൻ്റെ മുന്നിൽ നിന്ന് പോയിട്ടുള്ളൂ, ഇനി വരാനിരിക്കുന്ന പരീക്ഷകളും ഞാൻ എന്ത് ചെയ്യും, നല്ല രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റുന്ന ഗവൺമെൻറ് ജോബ് എനിക്ക് ലഭിക്കണമെന്ന് നമ്മൾ ഉറപ്പിച്ച് നിൽക്കുന്ന കാറ്റഗറിയിൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, അത് നല്ല രീതിയിൽ പഠിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം നമുക്ക് നോക്കിയാൽ ഇപ്പം എന്താണ് ഇത് തന്നെ ഇപ്പോൾ ക്യാൻസൽ ആവാൻ പോവുകയാണ്. ഇത്രയും പേരുടെ എന്താണ്, ഇത്രയും പേർക്ക് ഇത്രയും കാലം നൽകിയ ഒരു പ്രതീക്ഷയാണ് അസ്തമിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിൽ തളരരുത്. നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയും അതുപോലെ എന്ത് ചെയ്യണം, നമ്മൾ അതുപോലെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്താണ് നമുക്ക് പറ്റുന്നതാണെങ്കിൽ, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എല്ലാ എലിജിബിലിറ്റിയും ഉള്ള ഒരാളാണെങ്കിൽ ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക. ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരീക്ഷയ്ക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ഒരു ഗവൺമെൻറ് ജോബിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ 10th മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ +2 ജസ്റ്റ് പാസ്, അങ്ങനത്തെ ഉള്ളവർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ VFA പോലുള്ള എക്സാംസുകൾ എഴുതാൻ പാടുള്ളൂ. നമുക്കൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ, ഞാനത് ആരെയും തളർത്താൻ വേണ്ടി പറയല്ല,
നിങ്ങൾക്കൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ ഏറ്റവും ടോപ്പിൽ ഏതാണോ. ഇപ്പോൾ നമുക്കറിയാം SBCID ഉണ്ട്, KAT ഉണ്ട്, KAS ഉണ്ട്, അങ്ങനത്തെ പരീക്ഷകളൊക്കെ ഉണ്ട്. ഒരു ഡിഗ്രിക്കാർക്ക് ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന നല്ല നല്ല ജോബുകളുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സാലറി സ്ട്രക്ചർ കമ്പാരിറ്റീവ്ലി മറ്റേതിനേക്കാൾ ഒരുപാട് ഹൈ ആണ്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. ആ പരീക്ഷകളൊന്നും തന്നെ മിസ് ഔട്ട് ചെയ്യരുത്. എന്നെക്കൊണ്ട് KAT എഴുതിയാൽ കൂടില്ല, അല്ലെ SBCID എഴുതിയാൽ കൂടില്ല, അല്ലെ മറ്റ് ഡിഗ്രി പരീക്ഷകളൊന്നും തന്നെ എന്നെക്കൊണ്ട് ചെയ്താൽ നടക്കില്ല എന്ന് വിചാരിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യണം, ഡിഗ്രിയാണ് നമ്മുടെ കയ്യിലെങ്കിൽ ഡിഗ്രിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരം വരെ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ചാടി പിടിക്കണം. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ നമുക്കറിയാം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ നമ്മുടെ ഈ ഒരു റാങ്ക് പട്ടികയുടെ കാലാവധി തീരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ആരും നിരാശപ്പെടരുത്. ഇനിയും പരീക്ഷകളാണ് മുന്നിലുള്ളത്. ആ പരീക്ഷയ്ക്ക് കുറച്ചുകൂടി വീറും വാശിയോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അടുത്ത ലിസ്റ്റിൽ ടോപ്പിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും നല്ല രീതിയിൽ പഠിക്കാനുള്ളൊരു സാഹചര്യം ദൈവം തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.